അതെന്താന്ന് വെച്ചാല് ഒരു ദിവസം ഞാന് ഇതുപോലെ നടക്കായിരുന്നു. ആ നടക്കണ നേരത്തെ ആ ചേച്ചിയോട് ചോദിച്ചേ, എന്താ മോളെ ഇത്രയും തടി വെച്ചൂല, എന്താ ഇത് ഭയങ്കര തടി വെച്ച് വരികയാണല്ലോ, തടി കുറയ്ക്കാനുള്ള ചിന്തയൊന്നുമില്ലേ, ഇത് ഭയങ്കര ബോറാട്ടാ തടി വെച്ചിട്ട്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഞാന് ഒന്നും പറഞ്ഞില്ല, എനിക്ക് ആകെ വിഷമായി പോയി അത് കേട്ടപ്പോ. ഞാൻ പിന്നെ ഒന്നും പറയാതെ തിരിച്ചു പോയി. ഇതാണ് കുഴപ്പം ഇത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അടുത്ത് ആ ചേച്ചി ചോദിച്ചപ്പോ തന്നെ നിനക്ക് ചോദിക്കായിരുന്നു എന്തെങ്കിലും ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ചോദിച്ചില്ല. നീ അങ്ങനെ ഒരു വാക്ക് എന്തെങ്കിലും ആ ചേച്ചിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചെങ്കിൽ ആ ചേച്ചി പിന്നീട് നിന്റെ അടുത്ത് നിന്നെ കാണുമ്പോഴൊന്നല്ല, ഒരാളുടെ അടുത്ത് കാണുമ്പോഴും ഒരാളോടും ആ ചേച്ചി ചോദിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും മറുപടികൾ പറയാണ്ട് ഒതുങ്ങി കൂടുകയാണ്. ഈ ഒതുങ്ങി കൂടുമ്പോ ഇതെന്താ, അപ്പൊ അവരെന്താ വിചാരം, അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ഒരു മനസ്സുഖം, നമുക്ക് ഒരു മനസ്സിനോട് നമ്മുടെ തടി അത് നമ്മുടെ ഇതാണ്, നമുക്കൊരു തടിയാണ്, നമുക്ക് പ്രശ്നമില്ല, പിന്നെ അവർക്ക് എന്താ പ്രശ്നം? അപ്പൊ ഞാനൊക്കെ നമുക്കറിയാം ഈ തടി വെക്കണതിന്റെ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ നമ്മള് ഈ ലേഡീസ് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അവരാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് അവർ ചിലപ്പോൾ കഴിക്കാണ്ടൊക്കെ ജോലിക്കും ഒക്കെ. അതുപോലെ ടെൻഷൻ കൂടുമ്പോ വണ്ണം വെക്കണവരുണ്ട്, അതുപോലെ ഹോർമോൺ ചേഞ്ചസ് കാരണം വണ്ണം വെക്കണവരുണ്ട്. അതൊന്നും ആർക്കും അറിയേണ്ട കാര്യമല്ല. എല്ലാരും വിചാരം ഈ ചോറ് തിന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു എന്താ പറയാ മിഥ്യാബോധ്യാണ്. അവർക്കൊരു മനസ്സുഖം നമ്മളെ കാണുമ്പോ തടി കൂടിയുണ്ട്. അതിപ്പോ ഇപ്പൊ തടി മാത്രല്ല കേട്ടാ, കറുത്തിട്ടായ അല്ലെങ്കിൽ വെളുത്തിട്ടായ വണ്ണം കുറഞ്ഞാലും കുറ്റം തന്നെയാണ്. വണ്ണം കുറഞ്ഞ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ഒന്നും തിന്നാൻ കിട്ടുന്നില്ലേ, നല്ല ദാരിദ്ര്യ വീട്ടില് അങ്ങനെ പറയണവരുണ്ട്. അതുപോലെ എന്നോടൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറയേ, ഞാനത്തെ വണ്ണം കുറച്ച് കഴിഞ്ഞാല് ചിലപ്പോ എന്റെ ചേട്ടന് പിന്നെ ജോലി ചെയ്യാൻ തോന്നില്ല. അവര് ജോലിക്ക് പോണത് നമുക്കൊക്കെ ഭക്ഷണം തരണം, നമ്മളെ നോക്കണം എന്ന് വെച്ചിട്ടാണല്ലോ. അപ്പൊ നമ്മളെങ്ങാനും ഭക്ഷണം കഴിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാണ്ടിരിക്കാൻ തോന്നിയില്ലെങ്കിലോ? അതാണ് നിന്റെ ട്രിക്ക്. അതാണ്. പക്ഷെ അന്ന് നമ്മള് തടി തപ്പാൻ പറഞ്ഞതാണ്. അതിന് ചോദിക്കുന്നത് ശരിയാണ്, അവര് നമ്മള് തടി കൂട്ടുന്നത് ശരി. നമ്മള് ലോകം പഠിച്ചുള്ള പിന്നത്തെ വേറെ എക്സസൈസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് ചെയ്യണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, ചോദിക്കുന്നത് റെഡി തന്നെയാ. പക്ഷെ നമ്മൾ അതും ചെയ്യണില്ല. എക്സസൈസ് ആവശ്യമാണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ രണ്ടുപേരും ചെയ്യണില്ല. പക്ഷെ അത് നമുക്ക് പറയാനുള്ള അവകാശം ഇല്ല അത് കാരണം. പിന്നെ വേറൊരു കേസ് എന്താ വെച്ചാൽ, ഇപ്പൊ ഇതുപോലെ ചോദിക്കുന്ന ആൾക്കാരെ ഇപ്പൊ ഈ വയ്യാത്ത പിള്ളേർക്കുള്ള വീടുകളുണ്ട്. അപ്പൊ ആ പിള്ളേരെ ഈ ഓട്ടിസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ, അവർക്ക് ഭയങ്കര അഹങ്കാരം, അതിന് കൊടുത്ത ശിക്ഷ എന്ന് പറയും ഈ പിള്ളേരെന്നെ വെച്ചിട്ട്. അപ്പൊ അവർക്ക് ഈ തടി മാത്രല്ല ഈ പറയുന്നവര് അതും ഈ ബോഡി ഷേമിംഗ് ഒക്കെ അതിൽ വരുന്ന ഭാഗമാണ്. അത് മാത്രല്ല ഈ പിള്ളേരെന്നെ വെച്ചിട്ടും കൂടി കളിയാക്കും. പക്ഷെ അവരുടെ മാനസികാവസ്ഥ അവര് മനസ്സിലാക്കണില്ല. ഞാൻ പറയുന്നത് എങ്ങനെയൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് നമ്മള് ചുട്ട മറുപടി കൊടുക്കുക. അവരടുത്ത ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് പോവരുത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തോട് കൂടി അവസാനിക്കണം അവരുടെ അതിനുള്ള മറുപടികൾ. അപ്പൊ പരമാവധി നമ്മൾ അതിനുള്ള മറുപടികൾ പറയാ, അവരുടെ അടുത്ത ചോദ്യത്തിലേക്ക് ഉയർത്താതെ നോക്കാം. നോക്കണം. Okay, thank you. Bye. Okay, thank you. Bye.